1 കൊറിന്തോസ് 8:6. 1 കൊറിന്തോസ് 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം. എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, ഒറ്റ ദൈവമേ നമുക്കുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്, ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. കാരണം യേശു ക്രിസ്തുവാണ് സെൻറ്റർ പോയിന്റ്. എല്ലാം യേശുവിലാണ്, എല്ലാം യേശുവിന് വേണ്ടിയാണ്, എല്ലാം യേശുവിൻ്റേതാണ്. സമസ്തവും അവൻ മൂലമുണ്ടായി, എല്ലാം അവന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം യേശുവിന് വേണ്ടിയാണ്, എല്ലാം യേശുവിൻ്റേതാണ്. യേശുവിടെ മാത്രമാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കർത്താവിനെ വേണം നമ്മൾ സ്നേഹിക്കുവാൻ, നമ്മൾ ആരാധിക്കുവാൻ. അവൾ യേശു എന്ന വ്യക്തിയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതമെന്ന് പറയുന്നത്. അത് യേശുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ചെയ്തുള്ള ഒരു ജീവിതമല്ല. അതിൻ്റെ അപ്പുറം നിനക്ക് യേശുവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധം എത്ര വലുതാണ്. യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു അനുഭവം നിനക്കുണ്ടായിട്ടുണ്ടോ? ഒരു എൻകൗണ്ടർ, ഒരു കണ്ടുമുട്ടൽ, ഒരു 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 കുട്ടിമുട്ടൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ക്രൈസ്തവ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിൻ്റെ ജീവിതമാണ്. എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളോ അതൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെ ജീവിക്കുന്നൊരു ജീവിതമല്ല. നമുക്ക് ഒറ്റ ദൈവമുള്ളൂ, യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്, വ്യക്തിപരമായ ബന്ധവും അവിടുത്തെ ആരാധിക്കുക, ഫെലോഷിപ്പ്, അവിടുത്തെ കൂട്ടായ്മ, ഇതാണ് പ്രധാനപ്പെട്ടത്. യേശു ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ വളർച്ചയാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിങ്ങൾ എത്രമാത്രം വളർന്നിട്ടുണ്ട്? വചനം പറയുന്നുണ്ട്, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. പത്രോസ്ലിയ എഴുതിയ ലേഖനത്തിലെ ഒരു വചനമാണ്, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. 1 പത്രോസ് 3:15. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കണം. യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ ആരാധിക്കണം. യേശു ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ വളർച്ചയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നതോ അതൊന്നുമല്ല. ഈശോയുമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധം, ആ ബന്ധം എത്ര ശക്തമാണ്. ആ ബന്ധത്തിൻ്റെ ശക്തി അനുസരിച്ച് നിങ്ങൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുവാൻ തുടങ്ങും. യേശുവുമായിട്ട് ഒരു വലിയ ബന്ധം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ യേശുവിനെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേറെ ആരുടെയും പുറകെ പോകാൻ പറ്റത്തില്ല. നിങ്ങൾ മരണം വരെ യേശുവിന് വേണ്ടി ജീവിക്കും. ഇന്ന് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളാണ്. സെയിൻറ്റ് അൽഫോൻസാമയുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ അമ്മ കടന്നുപോയി. ആ സഹനങ്ങളിലൂടെ കടന്നുപോയ അൽഫോൻസാമ യേശുവുമായിട്ട് താതാത്മ്യപ്പെടുകയായിരുന്നു. യേശുവുമായിട്ടുള്ള ഒരു വലിയ ബന്ധം, വ്യക്തിപരമായ ബന്ധത്തിൽ അൽഫോൻസാമ വളരുകയായിരുന്നു. അൽഫോൻസാമയിൽ ക്രിസ്തു വളരുകയായിരുന്നു. ക്രിസ്തുവും അൽഫോൻസാമയും ഐക്യപ്പെടുകയായിരുന്നു, ഒന്നാവുകയായിരുന്നു. അതായിരുന്നു അൽഫോൻസാമയുടെ ജീവിതം. സഹിച്ച ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട് അങ്ങനെ ക്രിസ്തുവിൽ വളർന്ന അൽഫോൻസാമ വിശുദ്ധിയായിട്ട് മാറി.
അത് യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധത്തിൽ അൽഫോൻസാമ വളർന്നു. അവൻ്റെ സഹനങ്ങൾ ധ്യാനിച്ച്, നൊമ്പരങ്ങൾ ധ്യാനിച്ച്, അവൻ്റെ മുറിവിലേക്ക് നോക്കി അങ്ങനെ 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 അൽഫോൻസാമ ഒരു വിശുദ്ധിയായിട്ട് മാറുകയാണ്. ഇതൊരു വ്യക്തിപരമായ ബന്ധമാണ്. ആ വ്യക്തിപരമായ ബന്ധത്തിൽ വളർന്നതുകൊണ്ട് അൽഫോൻസാമയ്ക്ക് ആരോടും ഒരു പരാതിയില്ല. തന്നെ വിഷമിപ്പിച്ച സഹപ്രവർത്തകരോടോ ആരോടും ഒരു പരാതിയില്ല, ഒന്നിനും പരാതിയില്ല. സഹനത്തിൽ അൽഫോൻസാമ ആനന്ദിച്ചുവെങ്കിൽ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ അൽഫോൻസാമ പങ്കുചേരുകയായിരുന്നു. അതൊരു വ്യക്തിപരമായ ബന്ധമാണ്. ആ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ആഴങ്ങളിലാണ് നമ്മൾ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്നത്. ക്രൈസ്തവ ജീവിതം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് ഞായറാഴ്ച ഒന്ന് പള്ളിയിൽ പോകുക, 21 നോയമ്പ് 50 നോയമ്പൊക്കെ എടുക്കുക, എന്തെങ്കിലുമൊക്കെ നേർച്ച ഇടുക, ഇതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തിക്ക് ക്രിസ്തുവുമായിട്ട് ആഴമായ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാവണം. ക്രിസ്തുവിൻ്റെ ഹൃദയവുമായിട്ട് നമ്മുടെ ഹൃദയത്തിന് ഒരു ബന്ധമുണ്ടാവണം. ഈ ബന്ധം നമുക്കുണ്ടോ? ഹല്ലേലൂയ. ബന്ധമുണ്ടോ? യേശുവായിട്ട് ഉണ്ടോ? ഉണ്ടാവണം. ഈശോയുമായിട്ട് വലിയൊരു സ്നേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധമാണ്. ആ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും കഷ്ടതകളൊന്നും നമ്മൾ ഗൗരവമായിട്ട് എടുക്കത്തില്ല. ഈശോയുടെ സ്നേഹത്തെ പ്രതി അതൊക്കെ നമ്മൾ അങ്ങോട്ട് സ്വീകരിക്കും, ഒരു പരാതിയും കൂടാതെ. ഹല്ലേലൂയ. അവൾ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് അത് യേശുവായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധമാണെന്ന് തന്നെ ആദ്യമേ ഒന്ന് പഠിക്കണം നമ്മൾ. ഈശോവായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ആ ബന്ധത്തിൽ ആഴപ്പെട്ട് കഴിഞ്ഞാൽ അവന് വേണ്ടി നിങ്ങൾ മരിക്കും. യേശുവിന് വേണ്ടി ഒരു മടിയില്ല, തലവെച്ച് കൊടുക്കാൻ മടിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മടിയില്ല മരിക്കാനായിട്ട്. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ ഇപ്പം റെഡിയാണെന്ന് ഇപ്പം റെഡിയാ. ഒരു ബന്ധമാണത്. ഹല്ലേലൂയ. ആ ഒരു വലിയ ആത്മബന്ധത്തിലേക്ക്, യേശുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതം വളരണം. ആ ബന്ധത്തിൽ നമ്മൾ ആത്മാവിൽ സ്നേഹത്തിൽ ജ്വലിക്കുന്ന ക്രിസ്തു വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടണം. സ്നേഹത്തിൻ്റെ മനുഷ്യരായിട്ട് നമ്മൾ മാറണം. സ്നേഹം തന്നെയായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് പറന്നു. ആ സ്നേഹം തന്നെയായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുക, നമ്മോടൊത്ത് വസിക്കുക. എന്തിനാണ്? നമ്മളെ സ്നേഹത്തിൻ്റെ മനുഷ്യരാക്കി മാറ്റുവാനായിട്ട്. ഒരു ക്രിസ്ത്യാനി സ്നേഹത്തിൻ്റെ മനുഷ്യനായിട്ട് മാറണം. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ പോലെയാകണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് കരമെടുത്ത് പിടിച്ച് പറഞ്ഞേ. ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഒരിക്കൽ കൂടി പറഞ്ഞേ. വല്ല സത്യമുണ്ടോ നമ്മൾ പറഞ്ഞതിനകത്ത്? നമ്മൾ വിളിച്ചു പറഞ്ഞു അല്ലേ, ഞാനല്ല എന്നിൽ. ശരിയാണോ? ശരിയല്ല. നമ്മൾ തന്നെയാണ് ജീവിക്കുന്നത്, നമ്മൾ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങളോ പ്രത്യേകതയോ വല്ലതും നമുക്കുണ്ടോ? എന്നാ ഉണ്ട്? കുറേയെല്ലാം ഉണ്ടോ? നല്ല കാര്യം. കുറേ പോയല്ലോ. മുഴുവനായിട്ട് നമ്മൾ ക്രിസ്തുവായിട്ട് മാറണം. അതാ ക്രിസ്തുവിൻ്റെ ആഗ്രഹം. പൗലോസ് പറയുക, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. യേശു എന്നിൽ ജീവിക്കുക, ഞാൻ മറ്റൊരു യേശുവായിട്ട് മാറുക. ഞാൻ മറ്റൊരു യേശുവായിട്ട് മാറുക എന്നുള്ളത് ഇതൊന്നും എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. പ്രസംഗിക്കാൻ നല്ല എളുപ്പമായിരിക്കാം, പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ആണോ? എളുപ്പമല്ല. പക്ഷെ പൗലോസ് പറയുക, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. പൗലോസ് മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. എങ്ങനെ രൂപാന്തരപ്പെട്ടു? അപ്പസ്തോല പ്രവർത്തനമൊക്കെ വായിച്ചു നോക്കിക്കേ നിങ്ങൾ. പൗലോസ് ഏറ്റുവാങ്ങിയ പീഡനങ്ങൾ, ശാരീരിക പീഡനങ്ങൾ, മാനസിക പീഡനങ്ങൾ, എത്രയോ തവണ ജയിലിൽ കിടന്നു, എത്രമാത്രം ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. അവസാനം കഴുത്തു വെട്ടിയാണ് കൊല്ലുന്നത് പൗലോസിൻ്റെ.
ആ പൗലോസ് ക്രിസ്തുവുമായിട്ട് താതാത്മ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ സഹിക്കാനൊരു മടിയുമില്ല, അവനെ പ്രതി തല്ലിമേടിക്കാനൊരു മടിയില്ല. അന്നത്തെ ഭരണാധികാരികൾ യേശുവിനെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ ശൗലിനെ പലതവണ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്, ഒത്തിരി ഉപദ്രവിക്കുന്നുണ്ട്. ഒരു കാലത്ത് ക്രിസ്തു വിരോധിയായിരുന്നവൻ ഇന്ന് ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുകയാണ്. അവസാനം പൗലോസിൻ്റെ കഴുത്തു വെട്ടി കൊന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. സഭയിലെ ഏറ്റവും വലിയ 2 വിശുദ്ധരാണ് പൗലോസും പത്രോസും. ഹല്ലേലൂയ. ആ പൗലോസാണ് പറയുന്നത്, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. അത് നമ്മിൽ ക്രിസ്തു വളരണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു മനോഹര വചനമുണ്ട്, നിങ്ങളിൽ ക്രിസ്തു രൂപമെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. അങ്ങനെ വചനം കേട്ടിട്ടുണ്ടോ? നിങ്ങളിൽ ക്രിസ്തു രൂപമെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഹല്ലേലൂയ. വചനം ഗലാത്തി 4:19. എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഈറ്റുനോവ് എന്ന് പറഞ്ഞാൽ പ്രസവ വേദന. നിങ്ങളിൽ ക്രിസ്തു രൂപമെടുക്കണം, ഞങ്ങളിൽ ക്രിസ്തു ജീവിക്കണം, അതിനുവേണ്ടി ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. പൗലോസ് പറയാ, ഞാൻ പ്രസവവേദന അനുഭവിക്കുക, നിങ്ങളിൽ ക്രിസ്തു വളരണം, ക്രിസ്തു നിങ്ങളിൽ ജീവിക്കണം. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഉണ്ടോ, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടണം. വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവ ചെറിയ കാര്യമൊന്നുമല്ല യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്ന് പറയുന്നത്. നമ്മൾ യേശുവായിട്ട് രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ നിങ്ങൾ സ്നേഹമായിട്ട് മാറുക എന്നുള്ളതാണ്. യേശുവായിട്ട് നിങ്ങൾ രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒറ്റ വാക്കിതേ ഉള്ളൂ, നിങ്ങൾ സ്നേഹമായിട്ട് മാറുക. സ്നേഹത്തിൻ്റെ മനുഷ്യരായിട്ട് മാറുക. മുഴുവൻ സ്നേഹം, നിങ്ങളെന്ന വ്യക്തി മുഴുവൻ സ്നേഹമായിട്ട് മാറുക എന്നുള്ളതാണ്. അതാണ് ക്രിസ്തുവായിട്ട് മാറുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്നാൽ ക്രിസ്തു സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം കർത്താവ് തരുന്ന സ്വാതന്ത്ര്യം, അടിമത്തത്തിൻ്റെ നുകങ്ങളെ തകർത്തുകൊണ്ട് നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യമാണത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത എന്താ? സ്വാതന്ത്ര്യമുണ്ട്, ലോകത്തിൻ്റെ സുഖവും ഭൗതിക സുഖമൊക്കെ എന്തും അനുഭവിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുക, എന്തും ചെയ്യാൻ മടിയില്ല. പ്രത്യുത സ്നേഹത്തോടെ കൂടെ ദാസരെ പോലെ പരസ്പരം സ്നേഹിക്കുവിൻ. പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സ്നേഹിക്കുവിൻ, സേവിക്കുവിൻ. പരസ്പരം നമ്മൾ സ്നേഹിക്കണം, സേവിക്കണം. എങ്ങനെ? ദാസരെ പോലെ സേവിക്കണം. അങ്ങനെ വചനം പറയുന്നത്. എന്തെന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു. അയൽക്കാരനെ സ്നേഹിക്കുക, ആ ഒറ്റ കൽപ്പനയിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. പരസ്പരം സ്നേഹിക്കുക, ലവ് വൺ അനദർ, പരസ്പരം സ്നേഹിക്കുക. എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചുകുറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവൻ. ഹല്ലേലൂയ. യേശു നമുക്ക് നൽകിയ കൽപ്പന എന്ന് പറയുന്നത് സ്നേഹിക്കാൻ, അയൽക്കാരനെ സ്നേഹിക്കുക അല്ലേ? സ്നേഹിക്കാൻ യേശു പറയുന്നത്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, സ്നേഹിക്കാൻ ആണ് യേശു. അപ്പം നമ്മൾ സ്നേഹത്തിൻ്റെ മനുഷ്യരായിട്ട് മാറണം. ആ ഒരു സ്നേഹത്തിൻ്റെ മനുഷ്യരായിട്ട് മാറുന്ന ബന്ധമാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. അല്ലെ എന്തെങ്കിലുമൊക്കെ ആചാരങ്ങളൊക്കെ നടത്തി ഉപവാസം എടുത്തു, അല്ലെങ്കിൽ ഇത്ര കൊന്ത ചൊല്ലി, അല്ലെ 1000 പ്രാവശ്യം വചനം എഴുതി, നല്ല കാര്യം, ഇതൊക്കെ ചെയ്തു, ഒരു കുഴപ്പമില്ല. ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോയി
വെള്ളിയാഴ്ച ഉപവാസം എടുത്തു, ഒക്കെ നല്ല കാര്യം. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് ക്രിസ്തുവുമായിട്ട് നല്ലൊരു ബന്ധമായോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം നമുക്കുണ്ടായോ? അവന് വേണ്ടി ഇന്ന് ജീവൻ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അവന് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എത്ര പേരുണ്ട്? ഈ ഒരു ചോദ്യത്തിൻ്റെ മുൻപിലാണ് നമ്മളൊക്കെ പതറിപ്പോകുന്നത്. അവന് വേണ്ടി ജീവൻ കൊടുക്കാമോ, ജീവിതം കൊടുക്കാമോ എന്നൊരു ചോദ്യം നമ്മുടെ മുൻപിൽ വെച്ചാൽ നമ്മളിൽ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിങ്ങളൊക്കെ ഇവിടെ ധ്യാനിക്കുന്നു, നിങ്ങളൊക്കെ ഇവിടെ വന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു ആഗ്രഹമുണ്ട്. രോഗികളായിട്ടുള്ളവർ ആഗ്രഹിക്കുന്നു, എനിക്ക് സൗഖ്യം വേണം. ഞാനൊന്ന് ചോദിക്കട്ടെ, സൗഖ്യം പ്രാപിച്ചിട്ട് ഇവിടെ നിന്ന് മടങ്ങുന്ന നിങ്ങൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പോകുമോ? ആത്മാക്കളെ നേടുവാൻ നിങ്ങൾ പോകുമോ? ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സൗഖ്യം പ്രാപിക്കുന്ന എത്ര പേര് യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കും, ആത്മാക്കളെ നേടാൻ പോകും? ഞാൻ ഇഷ്ടംപോലെ സൗഖ്യം കണ്ട, സൗഖ്യം മേടിച്ചവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്തായിരുന്നു സ്ഥിതി? നിങ്ങളുടെ കടബാധ്യതയ്ക്ക് കർത്താവ് ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്നു. ആ പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ ഇറങ്ങുമോ? മക്കളില്ല, ഗർഭപാത്രം അനുഗ്രഹിക്കപ്പെട്ടു, ഒരു കുഞ്ഞു പിറന്നു, നിങ്ങൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പോവോ? ജോലിയിലായിരുന്നു, പ്രാർത്ഥിച്ചു, ധ്യാനം കൂടി, ജോലി കിട്ടി. ആ ജോലി സ്ഥലത്ത് ആയിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവോ? കർത്താവിനെ പ്രഘോഷിക്കുമോ? ആര് ചെയ്യും? വരുന്നു, ധ്യാനം കൊടുന്നു, ഭൗതിക നന്മകൾക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി ജനം പ്രാർത്ഥിക്കുന്നു, മടങ്ങിപ്പോകുന്നു. പിന്നെ ഒന്നോ രണ്ടോ ആളെ ധ്യാനത്തിന് പറഞ്ഞു വിട്ടാൽ വിട്ടു, അതിനപ്പുറം ഒന്നുമില്ല. അതിനപ്പുറം ലോകത്തിൻ്റെ ഒരു ഒഴുക്കിൽ ജനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം പ്രാപിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുന്നവരും അഭിവൃദ്ധി ഉണ്ടാകുന്നവരും ജോലി കിട്ടുന്നവരും ഉയർച്ച പ്രാപിക്കുന്നവരും കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കുമോ? അവൻ്റെ സുവിശേഷം പ്രഘോഷിക്കുമോ? ആത്മാക്കളെ നേടുമോ? എത്ര പേരുണ്ട് അതിന്? കർത്താവ് കാരുണ്യവാനാണ് കേട്ടോ. കർത്താവ് സൗഖ്യം കൊടുക്കും, അനുഗ്രഹം കൊടുക്കും, എല്ലാം ഗിഫ്റ്റാണ്. കർത്താവിനൊന്നും വേണ്ട. നിങ്ങൾ സ്തോത്രകാഴ്ച കിട്ടാൻ വിട്ടെങ്കിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ സ്നേഹമാണ് കർത്താവിന്, അനുഗ്രഹിച്ചേ വിടത്തുള്ളൂ, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യുന്നത്? യേശുവിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? എത്ര പേര് യേശുവിന് വേണ്ടി ചെയ്യാനുണ്ട്? ഇതൊക്കെ ചിന്തിക്കേണ്ട ആത്മീയ മേഖലയാണ്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.